ചെറിയ മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് കുടുംബസമേതം പോയി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം അവിടെയാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട് പഞ്ചായത്തിലുള്ള മണ്ണീറ വെള്ളച്ചാട്ടമാണ്. പ്രകൃതിയുടെ വരദാനമായി ലഭിച്ച ഒരു മനം കുളിർപ്പിക്കുന്ന വെള്ളച്ചാട്ടമാണ് ഇതെന്ന് നമുക്കിവിടെ എത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. മണ്ണീറ വനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കാട്ടരുവികളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണ് ഈ മണ്ണീറയിലെ പാറക്കെട്ടിൽ നിന്നും താഴേക്ക് പതിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സേഫാണ്. കാരണം വലിയ പാറക്കെട്ടുകൾ കൊണ്ടുള്ള സുരക്ഷാ കവചങ്ങൾ പോലെയാണ് ഇവിടെയുള്ള പാറക്കെട്ടുകൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വെള്ളച്ചാട്ട സ്ഥലത്ത് നിന്ന് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാരണവശാലും വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കേരളത്തിലെ ഔഷധ ഗുണമുള്ള വെള്ളച്ചാട്ടം എന്നുള്ള ഒരു പ്രത്യേകതയും ഒരു വിളിപ്പേരും ഈ വെള്ളച്ചാട്ടത്തിന് വന്നു ചേർന്നിട്ടുണ്ട്. അത് നീലക്കൊടുവേലിയുടെ അംശം അടങ്ങിയ വെള്ളമാണ് ഇവിടെ ഒഴുകുന്നതെന്നുള്ളതാണ് പറയപ്പെടുന്നത്. കാരണം ഈ മണ്ണീറ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം നീലക്കൊടുവേലി ധാരാളമായിട്ട് വളരുന്നുണ്ട്. പ്രസിദ്ധമായ അടവി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്ന് വളരെ അടുത്താണ് മണ്ണീറ ഇടമുരുപ്പ് ഭാഗത്ത് ഉള്ള ഈ വെള്ളച്ചാട്ടം. ഇവിടേക്ക് വരുവാനായിട്ട് നമുക്ക് യാത്ര ഒരല്പം ദുർഘടമാണ്. ചെറിയ വഴിയാണ്. ഇവിടെ വെള്ളത്തിൽ കുളിക്കുന്നതിനോ ഇവിടെ ചില സമയം ചെലവഴിക്കുന്നതിനോ ഒന്നും പ്രത്യേക നിരക്കുകളൊന്നുമില്ല. മണ്ണീറ വെള്ളച്ചാട്ടം സന്ദർശകർക്ക് ഏറെ പ്രിയങ്കരമായതോടെ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ കോന്നി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി സൗജന്യമായി നൽകിയ 5 സെൻറ്റ് സ്ഥലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് 35 ലക്ഷം രൂപ ചെലവഴിച്ച് അമ്യൂണിറ്റി സെൻറ്റർ നിർമ്മിച്ചു വരികയാണ്. ശൗചാലയം, വസ്ത്രങ്ങൾ മാറാനുള്ള ഇടം എന്നിവയാണ് ഇവിടെ പ്രധാനമായും ക്രമീകരിക്കുന്നത്. കൊക്കാത്തോട്, അപ്പൂപ്പന്തോട് ഭാഗങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന തോട്ടിലെ ജലമാണ് മണ്ണീറ വെള്ളച്ചാട്ടമായിട്ട് ഇവിടെ പരിണമിക്കുന്നത്. വലിയ ഉയരത്തിൽ നിന്നല്ലാതെ പതിക്കുന്ന വെള്ളച്ചാട്ടത്തിൽ അപകടഭീതി ഇല്ലാതെ ആർക്കും ഇവിടെ എത്താം എന്നുള്ളതാണ് ഏറ്റവും ആകർഷകം. അവധി ദിവസങ്ങളിൽ ഇവിടെ പാർക്കിങ്ങിനൊക്കെ അസൗകര്യമുണ്ട്. കാരണം ധാരാളമായ ആളുകൾ വരുമ്പോൾ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള അസൗകര്യം ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങളും ഇവിടെ എല്ലാവരെയും പോലെ ഇവിടെ നിന്ന് ചില ഫോട്ടോകളൊക്കെ പകർത്തിയതിന് ശേഷമാണ് മടങ്ങിയത്. വളരെ മനോഹരമായൊരു അനുഭവമായിരുന്നു മണ്ണീറ വെള്ളച്ചാട്ടം.